നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവന് സ്തുതി. അവൻ കൃപാപൂർവം പാപികളുടെ രോഗം സുഖമാക്കുകയും ദൈവീക ഔഷധങ്ങളാൽ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്ത കരുണയുള്ള വൈദ്യനാകുന്നു. സ്വന്തം രക്തത്താൽ ആത്മശരീരങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിച്ചു. തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോസോ ദഹായാൻ ലഉൽമീൻ. ആമീൻ. ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ വ്രണങ്ങളെ നീ സുഖപ്പെടുത്തി. നിന്റെ കരുണയുടെ ആനന്ദമുള്ള ഔഷധത്താൽ ലോകത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തിയ കാരുണ്യവാനായ വൈദ്യനാകുന്നു നീ. കരുണയുടെ ഉറവയായ നീ നിന്റെ സഹായങ്ങളെ നാനാഭാഗത്തേക്കും ഒഴുക്കുകയും ദാനങ്ങളെ സകല അതിർത്തികൾക്കുമായി ഭാഗിക്കുകയും ചെയ്തു. ഉത്തമ മാണിക്യക്കല്ലേ, ദരിദ്രന്മാർ നിന്നെ വ്യാപാരം ചെയ്ത് സമ്പന്നരായി തീർന്നു. വാഴ്വകളുടെ നിക്ഷേപമേ, നിന്നെ കണ്ട് അഗതികൾ സന്തുഷ്ടരായി തീർന്നു. ആനന്ദങ്ങളുടെ മേശയെ, വിശപ്പുള്ളവർ നിന്നെ ഭക്ഷിച്ച് തൃപ്തരായി തീർന്നു. സത്യമുന്തിരിത്തോട്ടമായ നിന്നിൽ നടപ്പെട്ട ഉണങ്ങി വരണ്ടവർ തളിർത്തു വന്നു. സന്തോഷകരമായ വീഞ്ഞായ നിന്നെ പാനം ചെയ്താൽ ക്ഷണിക്കപ്പെട്ടവർ നിന്റെ സ്നേഹത്താൽ ഉത്തമരായി തീർന്നു. നീ മഹത്വമുള്ള വസ്ത്രമാകുന്നു. നിന്നെ ധരിച്ച നിന്ദ്യർ പ്രസാദപൂരിതരായി തീർന്നു. നീ ശോഭയുള്ള പ്രകാശമാകുന്നു. കുരുടന്മാർ നിന്നെ കണ്ട് കാഴ്ച പ്രാപിച്ചു. നീ വാഴ്ത്തപ്പെട്ട വേരാകുന്നു. രോഗികൾ നിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചു. അനുരഞ്ജന ധൂപമായ നിന്നെ ശ്വസിച്ച പാപികൾ നീതീകരിക്കപ്പെട്ടു. നീയാകുന്നു നാശമില്ലാത്ത ഉറവ. നീ മരിച്ചവരുടെ ഇടയിൽ ചരിച്ചതിനാൽ അവർ ജീവനുള്ളവരായി തീർന്നു. സത്യപുനരുദ്ധാനമായി നീ കബറടക്കപ്പെട്ടവരെ വിളിക്കുകയും അവർ നിന്നെ എതിരേൽക്കാൻ പുറപ്പെടുകയും ചെയ്യുന്നു. നീയാകുന്ന കരുണയുടെ സമുദ്രത്തിൽ കുളിച്ച് കുഷ്ഠരോഗികൾ ശുദ്ധിയുള്ളവരായി തീർന്നു. ശുദ്ധീകരണ സോപ്പായ നിന്നെ സമീപിച്ച അശുദ്ധർ ശുദ്ധരായി തീർന്നു. നീ സത്യമുള്ള ബലമാകുന്നു. തളർവാദക്കാർക്ക് നീ ബലം തിരികെ കൊടുക്കുന്നു. നീയാകുന്ന പിതാവിൻ്റെ ശക്തി മുടന്തർക്ക് ഓടി നടക്കാൻ ബലമേകുന്നു. നീ ശബ്ദങ്ങളുടെ പ്രതിധ്വനിയാണ്. നീ ചെകിടർക്ക് ചെവി തുറന്നു കൊടുക്കുന്നു. ഊമരുടെ നാവിൻ്റെ വൈകല്യം തീർക്കുകയും നിന്റെ ശബ്ദത്താൽ ചെകിടരെ ആനന്ദിപ്പിക്കുകയും ചെയ്തവനെ, ലോകങ്ങളുടെ സൃഷ്ടാവായ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്റെ സ്നേഹത്താൽ ഈ കൃപയുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ ഇടയിൽ നീ ചെയ്തുവല്ലോ. അതിനാൽ നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ശക്തിയാൽ രോഗികളെ ദർശിക്കണമേ. നിന്റെ ആംഗ്യത്താൽ ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. നൊമ്പരപ്പെട്ടിരിക്കുന്നവരെ നിന്റെ സഹായത്താൽ സൗഖ്യമാക്കുകയും തകർന്നവരെ സ്വസ്ഥരാക്കുകയും ചെയ്യണമേ. ബലഹീനരെ നിന്റെ കരുണയാൽ താങ്ങുകയും വ്യസനിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. തെറ്റിപ്പോയവരെ നിന്നെക്കുറിച്ചുള്ള അറിവിലേക്ക് തിരിച്ചു വരുത്തണമേ.
ചിതറിപ്പോയവരെ നിന്റെ തൊഴുത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും പാപികളെ ദയാപൂർവം പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളെയും എല്ലാ പരേതരെയും നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ. നീ നല്ലവനും കൃപാപൂർണനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുൽ സ്ബാൻ ലഉൽമീൻ.